Find the extreme values of f of x y z equal to x square plus y square plus z square subject to constraint x plus y plus z equal to 1 and x minus y equal to 0. ഇത് മാക്സിമം ആൻഡ് മിനിമം ഫംഗ്ഷൻ കാണാനാണ്. കൂടെ രണ്ട് കൺസ്ട്രെയിൻ തന്നിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 1ഉം എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0യും. അപ്പോൾ ഇവിടെ നമ്മൾ ലഗ്രാഞ്ചസ് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുക. എൽ ഓഫ് എക്സ് വൈ സെഡ് ലാംഡ മ്യൂ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ്. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മാക്സിമം ഓർ മിനിമൈസ് കാണാനുള്ള ഫംഗ്ഷൻ പ്ലസ് ലാംഡ ഇൻറ്റു ഒരു കൺസ്ട്രെയിൻ എഴുതുക പ്ലസ് മ്യൂ ഇൻറ്റു അടുത്ത കൺസ്ട്രെയിൻ എഴുതുക. അപ്പോൾ മാക്സിമൈസ് ഓർ മിനിമൈസ് അല്ലെങ്കിൽ എക്സ്ട്രീം വാല്യൂ കാണാനുള്ള ഫംഗ്ഷൻ ഇതാണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് ലാംഡ ഇൻറ്റു ആദ്യത്തെ കൺസ്ട്രെയിൻ എഴുതുക. ആദ്യത്തെ കൺസ്ട്രെയിൻ എഴുതുമ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 1 ആണ് വരിക. അപ്പോൾ -1 ഇങ്ങനെ എടുത്ത് എഴുതണം. പ്ലസ് മ്യൂവിൻ്റെ അടുത്ത കൺസ്ട്രെയിൻ എക്സ് മൈനസ് വൈ ഇതാണ് വരിക. ഇനി ഇവിടെ നമ്മൾ ഇതിൻ്റെ എത്ര വേരിയബിൾ ഉണ്ടെന്ന് നോക്കാം. എക്സ് വൈ സെഡ് ലാംഡ മ്യൂ ഇതെല്ലാം കൊണ്ട് പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇവിടെ ഡോ എൽ ബൈ ഡോ എക്സ് എന്ന് പറയുമ്പം എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, ലാംഡ എക്സിൻ്റെ ഡെറിവേറ്റീവ് ലാംഡ, മ്യൂ എക്സിൻ്റെ ഡെറിവേറ്റീവ് മ്യൂ ഇങ്ങനെ വരും. ഈക്വൽ ടു 0 കൊടുക്കുക. ഇനി ഡോ എൽ ബൈ ഡോ വൈ എന്ന് പറയുമ്പോൾ 2y പ്ലസ് ലാംഡ വൈയുടെ ഡെറിവേറ്റീവ് ലാംഡ പിന്നെ വൈയുടെ ഡെറിവേറ്റീവ് 1 മ്യൂ മൈനസ് വൈ ആണ് വരുന്നത്. മ്യൂ അപ്പോൾ മൈനസ് മ്യൂ വരും. മൈനസ് വൈയുടെ ഡെറിവേറ്റീവ് -1 വരും, മ്യൂ വരും. ഇനി ഇസഡ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2z. ഇവിടെ ലാംഡ ഇൻറ്റു ഇസഡിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ് വരിക. ഇവിടെ മ്യൂവിൻ്റെ കൂടെ ഇസഡ് ഇല്ല, അപ്പോൾ അത്രയാണ് വരിക. ഇനി ലാംഡ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഈ ലാംഡയുടെ കൂടെയുള്ള ഫംഗ്ഷൻ നേരെ എടുത്തിട്ട് ഈക്വൽ ടു 0 കൊടുത്താൽ മതി. കാരണം ലാംഡയുടെ ഡെറിവേറ്റീവ് 1 അല്ലേ, ഇതെല്ലാം 0 പോവും. അത് നേരെ എഴുതാം. ലാംഡ ബൈ മ്യൂ എന്ന് പറയുമ്പം മ്യൂവിൻ്റെ കൂടെയുള്ള ആ ഫംഗ്ഷനും എടുത്ത് എഴുതാം 0. ഇനി നമുക്കിതെല്ലാം സോൾവ് ചെയ്ത് എക്സ് വൈ സെഡ് ഇത്രയും വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ചെറിയ കുഞ്ഞു ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എക്സ് വൈ തമ്മിലുള്ള റിലേഷൻ കാണാൻ പറ്റുമെങ്കിൽ അത് എടുക്കുക. ഇപ്പോൾ താഴെ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0, നമുക്കിവിടെ എക്സ് ഈക്വൽ ടു വൈ എന്നുള്ള റിലേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഇനി ഇസഡും എക്സും തമ്മിൽ റിലേഷൻ ഉണ്ടോ വൈ അങ്ങനെയാണ് ഉണ്ടോയെന്ന് നോക്കാം. ഈ ഇക്വേഷൻ കൊണ്ട് നമുക്കിതൊന്നും എക്സ് ഈക്വൽ ടു വൈ ചെയ്തിട്ട് കാര്യമില്ല, റിലേഷൻ കിട്ടില്ല. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും 2z പ്ലസ് ലാംഡ. അതിൽ നിന്ന് നമുക്ക് 2z ഈക്വൽ ടു മൈനസ് ലാംഡ കിട്ടും. അപ്പോൾ ലാംഡയുടെ വാല്യൂ എന്താണെന്ന് നോക്കി എക്സിൽ. അപ്പോൾ ഇവിടെ ഈ രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്താൽ മ്യൂ ക്യാൻസൽ ചെയ്ത് പോവും. ഇവിടെ 2x പ്ലസ് ലാംഡയും കിട്ടും. ഇവിടെ 2y വൈ ഈക്വൽ ടു എക്സ് അല്ലേ, അപ്പോൾ ഇവിടെ എക്സ് കൊടുക്കാം. അപ്പോൾ അതിൽ നിന്ന് ലാംഡയുടെ വാല്യൂ ഇൻ ടേംസ് ഓഫ് എക്സ് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെ. ഈ രണ്ട് ഇക്വേഷൻ കൂടി നോക്കാം. ആദ്യം ഈ ഇക്വേഷൻ എഴുതാം. ഇവിടെ എഴുതി 2x പ്ലസ് ലാംഡ മ്യൂ ഈക്വൽ ടു 0. ഇവിടുത്തെ ഇക്വേഷൻ തേർഡ് ഇക്വേഷനിൽ വൈക്ക് പകരം എക്സ് കൊടുക്കുക. വൈ ഈക്വൽ ടു എക്സ് എന്നുള്ള ഒരു റിലേഷൻ കിട്ടിയിട്ടില്ലേ, ഇത് കിട്ടി. അപ്പോൾ 2x പ്ലസ് ലാംഡ മൈനസ് മ്യൂ ഈക്വൽ ടു 0 കിട്ടി. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. 4x പ്ലസ് 4 കിട്ടി. 2 ലാംഡ കിട്ടി. മ്യൂ കൂടി ക്യാൻസൽ ചെയ്ത് പോവും. 4x ഈക്വൽ ടു -2 ലാംഡ ഈക്വൽ ടു -2x കിട്ടി. ഈ -2 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ -2x. നമുക്ക് അടുത്ത ഇസഡിൻ്റെ ഇതിൽ നിന്ന് 2 പ്ലസ് ലാംഡ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇവിടെ 2z പ്ലസ് ലാംഡ ഈക്വൽ ടു 0 ആണ്. അപ്പം ലാംഡയ്ക്ക് പകരം -2x വരും. അപ്പോൾ z ഈക്വൽ ടു എക്സ്. അപ്പോൾ നമുക്ക് എക്സ് വൈ സെഡ് റിലേഷൻ കിട്ടി. എക്സ് ഈക്വൽ ടു വൈ എന്ന് എഴുതാം. എക്സ് ഈക്വൽ ടു ഇസഡും ആണ്. ഈ റിലേഷൻ എക്സ് വൈ സെഡ് എല്ലാവരും കൂടി നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അത് എക്സ് പ്ലസ് വൈക്ക് പകരം എക്സ് കൊടുത്തു, ഇസഡിന് പകരം എക്സ് കൊടുത്തു. 3x ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു 1/3. അപ്പോൾ എക്സ് ഈക്വൽ ടു 1/3 ആണെങ്കിൽ വൈ ഈക്വൽ ടു എക്സ് ആയതുകൊണ്ട് വൈയും 1/3 ആണ്. ഇസഡ് ഈക്വൽ ടു എക്സ് ആയതുകൊണ്ട് ഇതും 1/3 ആണ്. പോയിൻ്റ് എന്ത് കിട്ടി? 1/3. നേരെ ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെയാണ്. ഫൈൻഡ് എക്സ്ട്രീം വാല്യൂസ് ഓഫ് സബ്ജക്റ്റ് ടു ഇത് തന്നെ കൺസ്ട്രെയിൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇവിടം വരെയും ഒരേപോലെ തന്നെയാണ്. അത്രയും എഴുതാൻ പറ്റും കേട്ടോ. ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതുക പ്ലസ് ലാംഡ ഇൻറ്റു ഫസ്റ്റ് കൺസ്ട്രെയിൻ പ്ലസ് മ്യൂ ഇൻറ്റു അടുത്ത കൺസ്ട്രെയിൻ എഴുതുക. പിന്നെ ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാം, ഇവിടം വരെ എഴുതാൻ പറ്റും. പിന്നെ റിലേഷൻ കാണാം. ഓരോ ക്വസ്റ്റിനും ഓരോ ടൈപ്പ് ആയിരിക്കും. ഇത് സെയിം പോലത്തെ തന്നെ ക്വസ്റ്റൻ ആയതുകൊണ്ട് ഇതേപോലെ തന്നെ കിട്ടും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ അത്.